കേരളത്തിൻ്റെ നിയമനിർമ്മാണ സഭയ്ക്ക് മുന്നിലാണുള്ളത്. സഭയ്ക്കുള്ളിൽ നേതാക്കൾ ജനസുരക്ഷയ്ക്ക് വേണ്ടിയും ക്ഷേമ പദ്ധതികൾക്കൊക്കെ വേണ്ടി പരസ്പരം ഏറ്റുമുട്ടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നിയമനിർമ്മാണ സഭയ്ക്ക് മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വലിയ നിയമലംഘനം നമുക്ക് കാണാൻ സാധിക്കും. അപകടകരമായ ഒരു നിയമലംഘനം എന്ന് പറയേണ്ടി വരും. ഈ കാണുന്ന നഗര സൗന്ദര്യവൽക്കരണത്തിന് വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള പുതിയ തെരുവ് വിളക്കുകൾ, ഇവ സ്ഥാപിച്ചിട്ടുള്ള ഈ കാണുന്ന മഞ്ഞ കോൺക്രീറ്റ് ബേസുകളാണ് വലിയ അപകട ഭീഷണി ഉയർത്തി ഇവിടെ നിൽക്കുന്നത്. നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന വഴിയാണിത്. റോഡിൻ്റെ ഇരുവശത്തുമാണ് ഇത്തരത്തിൽ അപകട ഭീഷണി ഉയർത്തിയിട്ടുള്ള ഈ മഞ്ഞ കോൺക്രീറ്റ് കട്ടകൾ ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാത്രി കാലങ്ങളിൽ ഈ ബീമുകൾ കാണാനാകില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എതിർദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങളുടെ ഹൈ ബീം ലൈറ്റുകൾ കാരണം കാൽനട യാത്രക്കാരനോ അല്ലെങ്കിൽ സ്കൂട്ടർ യാത്രികനോ ഈ സ്ലാബ് കാണണമെന്നില്ല. മാത്രമല്ല, ഈ സ്ലാബിൽ എവിടെയും റിഫ്ലക്ടർ പോലും ഇല്ല എന്നുള്ളതാണ്. വാഹനങ്ങൾ തിരിയുന്ന ഒരു സ്ഥലമാണ്. ഇതിൽ തന്നെ വാഹനങ്ങൾ ഇടിച്ച് പൊട്ടിയതും നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. IRC, അതായത് ഇന്ത്യൻ റോഡ്സ് കോൺഗ്രസ് മാനദണ്ഡങ്ങളുണ്ട്. ഈ മാനദണ്ഡങ്ങൾ പ്രകാരം ക്യാരേജ് വേയിൽ സ്ഥിരമായ തടസ്സങ്ങൾ പാടില്ല എന്നുണ്ട്. പക്ഷേ അതിൻ്റെ നഗ്നമായ ലംഘനമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. മാത്രമല്ല, ഫോർഗിവിംഗ് റോഡ് എന്ന തത്വത്തിൻ്റെ വിരുദ്ധമായാണ് ഈ ഒരു നിർമ്മാണങ്ങൾ എന്നുള്ളതും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. എന്തായാലും ഇവിടെ അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വാസ്തവമാണ്. ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുക്കാതെയാണ് ഈ ഒരു നിർമ്മാണമുള്ളത്. സോഷ്യൽ മീഡിയയിലടക്കം തന്നെ ഇപ്പോൾ ഈ നിർമ്മാണത്തിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഉയരുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഏതെങ്കിലും ഒരു കാരണവശാൽ അപകടമുണ്ടാവുകയോ ആർക്കെങ്കിലും ഗുരുതരമായി പരിക്കേൽക്കുകയോ ചെയ്താൽ അതിൻ്റെ ഉത്തരവാദിത്വം ഇതിൻ്റെ നിർമ്മിച്ചിട്ടുള്ള ആളുകൾക്ക് ആയിരിക്കും. വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ ആഷൻ ഡിയേഗോ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.